ജയിലിൽ സന്തോഷമായിട്ട് പോകുന്ന ആദ്യത്തെ ആളായിരിക്കും. ഒരു മിലിറ്ററി കാര്യം നിൽക്കുന്നുണ്ട്, ടെന്റ് ഉണ്ട്. പ്രിയ ടെന്റിനകത്തിരിക്കും. മിസൈലിനെ ഇൻസൾട്ട് ചെയ്ത് പെൻസിലാക്കി പ്രിയ. പക്ഷെ നമ്മുടെ വ്യൂവേഴ്സ് ഇത് മണക്കാൻ പറ്റുമായിരുന്നെങ്കിലോ? മണമുള്ള ക്യാമറ എടുക്കണം പ്രിയ എവിടെയെങ്കിലും. വേദുവിന് അറിയാം കേട്ടാ, വേദു എനിക്ക് തന്നിട്ട് ഇങ്ങനത്തെ ഒരു ജീരക മിഠായി കഴിക്കുള്ളൂ. വേദു താ. അപ്പൊ ഈ അംതാ താഴെ പോയി. ആ താ അംതാ ബർഫി ബി ഇത് കണ്ട സ്വീറ്റ്സ് ഉണ്ടാക്കുവാണ്. നാം ക്യാ ബോല അപ്പൊ? ബാലുഷായി എന്ന് പറഞ്ഞ. അതിൻ്റെ കൂടെ ഇതും എടുക്കാം. ഇത് ദൂത് കി ബർഫിയാണ്. ഇതും കണ്ടാ അറിയാലോ, ഫ്രഷ് ആയിട്ട് ഇപ്പൊ ഉണ്ടാക്കിയുള്ളൂ. കട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് കസ്റ്റമർ. ഹായ് പ്രിയ, ഗുഡ് മോർണിംഗ്. എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയാം. ഇറ്റ്സ് എ കൂൾ മോർണിംഗ്. അങ്ങനെ തണുപ്പ് ശരിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങി. ആൻഡ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത് ഇവിടുത്തെ ഞാൻ പറഞ്ഞു ഇന്ന് തണുപ്പ് കാണുന്നു, കാരണം ഇന്നലെ മഴ ചെയ്തു. നമ്മൾ ഇന്ന് ദാക്ഷായി ജയിലിലാണ്. ഈ ജയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ 72,000 രൂപ ആയിട്ടുള്ളൂ പ്രിയ. പക്ഷെ ഇറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് ഇൻ 1849. ആൻഡ് ഇതില് വളരെ ചെറിയ ജയിൽ സെൽസാ, കാരണം പ്രിസണേഴ്സിനെ അത്രയും ടഫായിട്ടുള്ള പ്രിസണേഴ്സിനെ എവിടെ ഇടുന്നത്. അപ്പൊ കിടന്നാലേ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇതേ പോകുന്നു ജയിലിൽ സന്തോഷമായിട്ട് പോകുന്ന ആദ്യത്തെ ആളായിരിക്കും. ഡാഡി ജയിലിനകം കണ്ടിട്ടുണ്ട് ഇതുവരെ? ജയിലിന് പിന്നെ സെൻട്രൽ ഇവിടെ പൂരപ്പർ ജയിലില് പൂർണിമയായിട്ട് ഒരു പ്രോഗ്രാമിന് പോയിരുന്നു, ഒരു ഓണം ആഘോഷത്തിന് ഉണ്ടായിരുന്നു. എന്റെ പരിചയക്കാരോരുത്തരുണ്ടായിരുന്നു. ഡാഡിക്ക് ജയിൽ പുള്ളികളായിട്ട് പരിചയമുണ്ട്. മർഡർ അയാൾ അഡ്വക്കേറ്റ് ആയിരുന്നു, പ്രോസിക്യൂട്ടർ ആയിരുന്നു. ഒരു മർഡർ കേസിലെ ജയിലിനകത്തായത്. അയ്യോ. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇന്ന് മാച്ചിങ് മാസ്ക് ആണ് ഡാഡി. എല്ലാ ദിവസവും അത് പ്ലാൻ ചെയ്ത് ഇത്തവണ വന്നിരിക്കുന്നത്. പ്രിയ ജയിലിൽ കേറാൻ പോകുന്നു. പ്രിയാസ് ജയിൽ ടൂർ. പക്ഷെ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്, അതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. ജസ്റ്റ് ഒരു എന്താ സംഭവം നോക്കിയിട്ട് പോവാം. ആ ഇത് വാ, നല്ല മുല്ലപ്പൂവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ജയിലില്. അതായത് ഹിമാചലിലൊക്കെ ആകുമ്പോൾ ഇപ്പൊ മട്ടനും കാണുമായിരിക്കും. 1849 ഉണ്ടാക്കിയ ജയില ഇത്. 19th സെഞ്ചുറി പ്രിയ. എല്ലായിടത്തും കയറി ഇരിക്കുന്ന ആളെ ഇവിടെ കയറി ഇരിക്കരുത്. 19th സെഞ്ചുറി, ഏകദേശം 250 വർഷം പഴക്കമുള്ള ബെഞ്ച്. ബാ വെറുതെ നടന്നിട്ട് വരാം. പക്ഷെ ശരിക്കും ജയിൽ ഫീലിംഗ് അന്നും ഇന്നും ഒക്കെ ഇത് തന്നെയല്ലേ? എല്ലാ സിനിമയിലും കാണുന്ന ഇങ്ങനത്തെ കോറിഡോർ. ആ ചിലപ്പോ കോളേജസ് ആണ് അവര് ജയിലിൽ പറഞ്ഞ് ഷൂട്ട് ചെയ്യുന്നത് കുറെ സ്ഥലങ്ങള്. കോറിഡോർ, അതെ അതെ. ആൻഡ് ദിസ് ഇസ് ദ സ്റ്റാർട്ടിങ്. നമ്മൾ ഏറ്റവും താഴ്ച സ്ഥലത്താ. ഇനി അങ്ങോട്ട് കോൾഡ് വരും, പക്ഷെ സ്നോ കാണില്ല. അപ്പൊ തണുപ്പത്ത് വന്നു കഴിഞ്ഞാൽ വഴക്കാവില്ലേ? എന്നാ വേഗം പോവാം. ബാ നമുക്ക് ഒരു സെല്ലെങ്കിലും കാണാം. ബാക്കിയുള്ളതൊക്കെ അടച്ചിട്ടിരിക്കാടി. നമുക്ക് ഒരു സാമ്പിൾ സെല്ല് കണ്ടിട്ട് പോവാം. അകത്ത് ഭയങ്കര ഇരുട്ടാണ്, പക്ഷെ വളരെ കുറച്ചാണ് സ്പേസ് ഉള്ളത്. എനിക്കൊന്ന് 8x8 സ്പേസും കാണാന്ന് പറഞ്ഞത്. പക്ഷെ ഇരുട്ടാണ്, എന്തായാലും കാണാൻ വയ്യ. പക്ഷെ ഇവിടുത്തെ കുറച്ച് സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഇവിടെ അവര് ഒരു എയർ വെന്റ്സ് വെച്ചിട്ടുണ്ട്. ഗ്രൗണ്ടിന്റെ അടിയിൽ കൂടെയാണ് എയർ വിടുന്നത്. ആൻഡ് ഈ വിൻഡോസ് ഒക്കെ അവർ ശരിക്കും ഷട്ടായിരുന്നു ആദ്യത്തെ കാലത്ത്. അപ്പോൾ ഈ അടിയിൽ കൂടെ മാത്രമേ എയർ വരുള്ളൂ. അപ്പൊ അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജയിലായിരുന്നു. എനിക്ക് എന്റെ ഏറ്റവും പേടി സ്വപ്നം എന്താ പറയുക? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നൈറ്റ് മാച്ച് വരുന്നത് ജയിലിൽ പോകുന്നത്. അന്നം കാട്ടി പേടിയുള്ള ഒരു സാധനം ഒന്നുമില്ല. നമുക്ക് ഒരു ബന്ധമില്ലായിരിക്കും, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര പേടിയാണ് ജയിലിൽ പോയത്. കാരണം യുവർ ലൈഫ് ഇസ് ലൈക്ക് ഓവർ. നമ്മൾ ഇത്രയൊക്കെ ഔട്ട്ഡോഴ്സും ട്രാവലിങ്ങും ഒക്കെ ചെയ്യുന്നവര്, ഫുഡും എൻജോയ് ചെയ്യുന്നവര്, ജയിലില്ലാത്ത ഈ ഒരു 8x8 അല്ലെങ്കിൽ 8x10 സ്പേസിൽ വർഷങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരിക്കലും അതൊന്ന് ആലോചിക്കാൻ പോലും പറ്റില്ല. എനിക്ക് ഭയങ്കര നൈറ്റ് മെയർ. എനിക്കൊരു പേടി സ്വപ്നമാണ് ശരിക്കും ജയില്. 8x8 അതിൻ്റെ അകത്ത്, അത്രേ ഉള്ളൂ. ആൻഡ് അതില് ജനലൊക്കെ ഇല്ലേ, അത് ശരിക്കും ക്ലോസ്ഡ് ആ. ഈ തറയിൽ കൂടെ ഒരു ചെറിയ എയർ വെന്റ് ഉണ്ട്, അതിൽ കൂടെ മാത്രമേ ഓക്സിജനും കിട്ടുള്ളൂ. അത്രയും വലിയ ക്രിമിനൽസ് ഇവിടുന്ന്. ഒന്നുമില്ല, ടോയ്ലറ്റ് ഒന്നുമില്ല. ഒരു ചട്ടി വല്ലം വെക്കും, ഒരു കുടം. പ്രിയ അടങ്ങിയിരുന്നില്ലെങ്കിൽ ജയിലിൽ പോകും കേട്ടല്ലോ. ആ എന്നാലും ജയില്, ഇപ്പത്തെ ജയില് പക്ഷെ ഇതൊന്നും ഇല്ലല്ലോ. ടോയ്ലറ്റ് ഒക്കെ ഉണ്ടോ? ഓ പ്രിയക്ക് ഇത് ഒറ്റ വരുമ്പോ തൊട്ട് തുടങ്ങിയതാണ്.
അവിടെ ജയിൽ പുള്ളികളാണ് ചപ്പാത്തി ചെയ്ത് പുറത്ത് വെക്കുന്ന അറിയോ? അതിന് എന്ത് ടേസ്റ്റ് എന്ത് ക്യൂ അറിയോ ചപ്പാത്തിക്ക്? ഡാഡിക്ക് ഒരു ഇൻഫർമേഷൻ കൂടെ കിട്ടി. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഫ്ലോറിംഗ് ടീക്ക് വുഡ് വെച്ചാണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ആൻഡ് ഇതിലത്തെ ജയില് ടി ഷേപ്പ് സ്ട്രക്ചർ ആണ്, ഹൈ സീലിംഗ് ആൻഡ് വുഡൻ ഫ്ലോറിംഗ്. സോ ദാറ്റ് എന്തെങ്കിലും സൗണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്കോ അടിക്കും, അല്ലെങ്കിൽ ഫുഡ് സ്റ്റെപ്സ് കേൾക്കും. അത് തന്നെ പറഞ്ഞു ഡാഡി. എത്താലോ, ആരും ജയിലിൽ കാണാത്തൊരു ജയിലേത്. പിന്നെ ആ ഗേറ്റ് ഉണ്ടല്ലോ ജയിലിന്റെ ഡോറ്, അത് സ്പെഷ്യലി മേഡ് അയൺ ഗേറ്റ്, അയൺ റോഡാണ്. അത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എനി പേഴ്സൺ ടു കട്ട് ദീസ് ഗേറ്റ്. അപ്പൊ ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റില്ല പ്രിയ ഇവിടെ കിടന്നാ, കേട്ടല്ല? ജയിലിൽ പോലെ കേസ് വാദിക്കാൻ ഡാഡി ഉണ്ട്. അടിപൊളിയല്ലേ തണുപ്പ്? നല്ല മഴയും. അപ്പൊ നമ്മള് ജയിലൊക്കെ കണ്ട് ഇനിയിപ്പോ നല്ല വിശപ്പ്. എനിക്കൊന്ന് ജയില് കണ്ടതിന്റെ വിശപ്പാന്ന് തോന്നുന്നു പ്രിയക്ക്. അല്ല പിന്നെ ഓക്കെ, തണുപ്പിന്റെ വിശപ്പ്. എന്തായാലും വിശപ്പുണ്ടല്ലോ. ജയിൽ ഭക്ഷണം എന്ന് സംസാരിച്ച് ഭയങ്കര ടെംപ്റ്റേഷൻ. അത് അറിയോ, ജയിൽ ഭക്ഷണം എന്ന് സംസാരിച്ച് കഴിക്കാം. അപ്പൊ നമുക്ക് അത് തപ്പിയ ഒരു സ്ഥലം ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള സൈറ്റ് സീയിങ്. പക്ഷെ ഈ ഒരു ഡ്രൈവ് ത്രൂ ദ മൗണ്ടൻസ് ഉണ്ടല്ലോ, ബ്യൂട്ടിഫുൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ ടൂറിസ്റ്റ് സീസൺ ആയിട്ടില്ല, പിന്നെ കോവിഡ് ഒക്കെ ആയതുകൊണ്ട് വളരെ ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് ഡ്രൈവിംഗ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ. നല്ല വെതർ, നല്ല ഓപ്പൺ റോഡ്സ്, ഫോളൻ ലീവ്സ് ആൻഡ് അതിന്റെ ഒക്കെ കൂടെ നല്ല വ്യൂ. അടിപൊളി. നോക്ക് സൈഡിലൊക്കെ ഡാഡി. റെസ്റ്റോറന്റ് അടിപൊളിയാണ്. ഓണറും ഭയങ്കര കേർട്ടീസ് ആണ്. ബിരിയാണി, ദം ബിരിയാണി, ഒറിജിനൽ ദം ബിരിയാണിയാണ് പറഞ്ഞത്. 2 ടൈപ്പ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇന്റീരിയേഴ്സ് കാണിച്ചു തരാം. പ്രിയ, ആദ്യം വരെ ഡാഡി ഇരിക്കുന്നതുണ്ട ഒരു ആർമി, ഇത് ഒരു എന്താ ടാങ്ക് ആണ്, മറ്റേ ബാരലില്ലേ, ഡ്രം ബാരൽ പോലെ കട്ട് ചെയ്ത് അതിന് 2 മൂടിയാണ്. അടിപൊളി ചെയറാക്കി. ആൻഡ് പ്രിയ അനങ്ങുന്നില്ല കേട്ടോ, വിറച്ചിരിക്കുവാണ്. ഇറ്റ്സ് നോട്ട് ഈവൻ ദാറ്റ് കോൾഡ്. അപ്പൊ റിയയ്ക്ക് മാത്രമേ ഉള്ളൂ. ലുക്ക് അറ്റ് ഈവൻ ഫോർ വേദു. ഡാഡിനെ നോക്ക്, ഹാഫ് സ്ലീവ് ഒക്കെ ഇട്ടോണ്ടായിരിക്കുന്നത്. ഇത് കണ്ട ഫുൾ ഇന്ത്യ തീമിലാണ്. സോൾജേഴ്സ്, ഭാരത് കെ വീർ ജവാൻ. ആൻഡ് മിസൈൽ ഉണ്ട് പ്രിയ, മിസൈലുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഇത് ഫുൾ ഒരു അടിപൊളി. ഒരു മിലിറ്ററിക്കാരൻ നിൽക്കുന്നുണ്ട്. ടെന്റ് ഉണ്ട്. പ്രിയ ടെന്റിനകത്തിരിക്കും. മിസൈലിനെ ഇൻസൾട്ട് ചെയ്ത് പെൻസിലാക്കി പ്രിയ. ഇത് പെൻസിലാണ് പോലും. ഇത് നോക്ക്, ടെന്റ് ഒക്കെ ഉണ്ട് പ്രിയ അകത്തിരിക്കാൻ. ടെന്റ് ഉണ്ട്. 2 ടെന്റ് ചാക്കൊക്കെ വെച്ച് ബങ്കർ പോലെ, മിലിറ്ററി ബങ്കേഴ്സ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതെ, പട്ടാളക്കാരുടെ. പക്ഷെ സമ്മതിക്കണം കേട്ടോ, ഏറ്റവും റെസ്പെക്ട് ഡിസേർവ് ചെയ്യേണ്ട ആൾക്കാർ പട്ടാളക്കാരും ഡോക്ടേഴ്സും ആണ്. ഹായ് ഹായ്. ടയർ വെച്ചാ അവർ കുഷൻ ചെയ്തിരിക്കുന്നത്. അടിപൊളി തീം അല്ലേ? ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലം കാണുന്നത്. അകത്തൊക്കെ ഇതുപോലെ കണ്ട റൂഫൊക്കെ ഒരു മിലിറ്ററി തീമിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ചൂട് ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ട് പ്രിയ ഇപ്പൊ. ഒരു ചൂടോടെ അടിയൊന്നല്ല. അമർ ജവാൻ. ഇത് മിലിറ്ററിക്കാരുടെ ഒരു സിമ്പിൾ ആണല്ലോ, ഈ ഗൺ വെച്ചിട്ട് മുകളിൽ തൊപ്പി വെക്കുന്നത്. ആൻഡ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ്. അപ്പൊ എന്തായാലും ഇവിടുത്തെ ഫുഡ് അടിപൊളിയായിരിക്കും പറയാ, അടിപൊളിയായിരിക്കും. അവർ അത്ര സിൻസിയറായി ചെയ്യുന്ന സ്ഥലമായിരിക്കും. ഇവനിക്കൊന്നും ഇതിന്റെ ഓണർ വല്ലതും പഴയ മിലിറ്ററിക്കാരൻ വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ മിലിറ്ററിക്കാരന്റെ മോൻ വല്ലതും ആയിരിക്കും അല്ലേ? ഡാഡി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡാഡിക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, ഒന്ന് കുടിച്ചു നോക്കത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫ്ലേവർ. ഒരു കട്ടാ മീട്ട ടാങ്കി, ഒന്ന് കുടിച്ചു നോക്ക്. ഭയങ്കര നല്ലത്. ഇഷ്ടമായി? പ്രിയക്ക് ഇഷ്ടപ്പെടില്ല. പ്രിയനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കട്ടെ. പ്രിയ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ സാധനം. കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഹെൽത്തിയാ. എനിക്കും ഡാഡിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരു സോൾട്ട്, സ്വീറ്റ്, പുളി, മസാല, ബ്ലാക്ക് സോൾട്ട് ഒക്കെ ഇട്ട് ഭയങ്കര രസമായിട്ടുണ്ട്. പ്രിയ, ഇതാണ് ശരിക്കും ദം. പൊട്ടിക്കുന്നുണ്ടാ ഇപ്പൊ ചൂട് വെളിയിൽ നിന്ന് വരും.
അകത്തുനിന്ന് വെളിയിലേക്ക്. ഓ മൈ ഗോഡ്. പക്ഷെ നമ്മുടെ വ്യൂവേഴ്സ് ഇത് മണക്കാൻ പറ്റുമായിരുന്നെങ്കിലോ? മണമുള്ള ക്യാമറ എടുക്കണം പ്രിയ എവിടെയെങ്കിലും. 2 മുട്ട. 2 മുട്ട. മുട്ട ഇല്ലാതെ ദില്ലു ബിരിയാണി കഴിക്കില്ല. അത് ഇവർക്ക് എങ്ങനെയാ മനസ്സിലായി തോന്നുന്നു. 2 മുട്ട, മറ്റേ ഉള്ളി വറുത്തത്, സവാള വറുത്തത്. നല്ല ആട്ടയിലാണ് ചെയ്തിരിക്കുന്നത്. ഓ വന്നത് അടിപൊളി. അത് ഇത് കണ്ണും കൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ വിശക്കും. നിങ്ങളുടെ വിചാരം വേദു നോട്ടിയല്ല എന്നാണ്. എല്ലാവരുടെയും വിചാരം വേദു ഭയങ്കര പാവമാണ് ട്രാവലിംഗ്. ആ മുഖം കണ്ടറിയാലോ. അല്ല കാരണം എല്ലാം ചെയ്യുന്നത് ഭയങ്കര പാഷനിലൂടെ വേദു. നമ്മൾ മുമ്പ് വെക്കുന്നതും മതിലിടിക്കുകയാണെങ്കിലും എല്ലാം അവനെ എന്ത് ചെയ്യണം എന്നറിയില്ല. അതുകൊണ്ടാണ് ഈ പല്ലിടിച്ചിട്ട്. ബിരിയാണി അപ്പൊ വേണ്ടല്ലോ. അല്ല മുട്ട വേണ്ടല്ലോ. മുട്ട അത് വേണ്ട, അത്രയും സഹായിക്കണ്ട. ഇത് മലായ് ദം ബിരിയാണിയാണ്. അപ്പൊ മലായ് ചിക്കൻ ഇട്ടിരിക്കുന്നത്. സോ ഇറ്റ് വിൽ നോട്ട് ബി സ്പൈസി. ഇറ്റ് ഒരു ക്രീമി ബേസ്ഡ് ആണ്. ഫുൾ കണ്ട നല്ല മസാല ഫുൾ റൈസിൽ പിടിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. പ്രിയ എന്നാ കഴിച്ചു നോക്ക്. എന്നാ പ്രിയ പിടിച്ചോ, കഴിച്ചു നോക്ക്. ആ ബിരിയാണി വാങ്ങുന്ന സന്തോഷം നോക്ക്. ഇത് നമ്മൾ കഴിക്കാതെ മലായ് ബിരിയാണിയാണ്. അതിന് എങ്ങനെയുണ്ടെന്ന് നോക്ക്. കഴിച്ചു മുട്ട പൊട്ടിപ്പോയി. അത് തരാം. കഴിച്ചു നോക്ക് പ്രിയ. ഒരു ക്രീമിനെസ് ആട്ടോ, ഫുൾ ക്രീമിനെസ്. ഞാൻ കുറച്ച് കഴിച്ചു. ഞാൻ വളമ്പി സ്പൂണിൽ നിന്ന് അടുത്ത് കഴിച്ചു. ഓ അത്ര ഊതണ്ട. കൊതി വരണമെങ്കിൽ കഴിച്ചു. വലിയ ചൂടില്ല. ഒരു ഡിഫറെന്റ് ഫ്ലേവറാ. ഡിഫറെന്റ് നോ? ഇത് മലായ് ബിരിയാണിയാണ്. വേറെ ചിക്കൻ പീസ് കഴിച്ചു നോക്ക്. എന്ത് സോഫ്റ്റ് ആയിരിക്കുന്നത്. കാരണം ഇതിന്റെ കൂടെ ഇട്ട് കുക്ക് ചെയ്യുന്നതാ. മുട്ടയും ബിരിയാണി ഭയങ്കര കോമ്പിനേഷൻ. ബിരിയാണിയും പപ്പടവും പിക്കിളും ചിക്കനും. ആ ഡാഡിയും ഏതോ സ്പൂൺ ഫൈറ്റ് ചെയ്യും അവിടെ. നൈസ് നോ? അടിപൊളിയാ. അപ്പൊ ഇത് രണ്ടാമത്തെ. ഇത് സാധാരണ സ്പൈസി ദം ബിരിയാണി. മറ്റേത് കൊള്ളാം അല്ലേ? ഭയങ്കര ടേസ്റ്റ് ഇല്ലേ? ഡിഫറെന്റ് ആണ്. ഞാൻ ആ ഡ്രിങ്ക് ഒരെണ്ണം കൂടെ പറഞ്ഞു. അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അതെടുക്കണ്ട കേട്ടോ ഇത്. എരിവാണ്, ചൂടാണ്. അയ്യേ കണ്ട ചപ്പാത്തി എടുത്ത് കഴിക്കുന്നു ദമ്മിന്റെ. വിശക്കുന്നുണ്ട്. ബിരിയാണി കൊടുക്കാം. അം തരാം. കയറി ഇരുന്നോ, തരും. ഓ ഗൈസ് ഈ ബിരിയാണി അടിപൊളിയാണ്. സ്പൈസി വൺ. ഇതിൽ മുളകൊക്കെ ഇട്ടിട്ട് ഈ ദമ്മിൻ്റെ കൂടെ ഇട്ട് വെന്ത് ഈ മുളകിൻ്റെ ചിക്കൻ്റെയും എല്ലാ സ്പൈസസിൻ്റെയും ഫ്ലേവർ. ക്യാരറ്റ് വരെ ഇട്ടിട്ടുണ്ട് ബിരിയാണിയിൽ. ക്യാരറ്റ് ഒക്കെ ഉണ്ട്. നല്ലൊരു സ്പൈസി. പക്ഷെ ഓരോ ബൈറ്റിലും എല്ലാ ഫ്ലേവേഴ്സും കിട്ടുന്നുണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്ക് മലായി ഇഷ്ടപ്പെട്ടു. സ്പൈസി അല്ലെങ്കിലും ദാറ്റ്സ് ഓൾസോ വെരി ടേസ്റ്റി. ആരോ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാം 30-40 കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇന്ത്യയിൽ വേറെ ടോട്ടലി വേറെ ഫുഡായിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന്. അതിൻ്റെയൊക്കെ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഞാൻ ഇത്രയും നാളായിട്ട് ഈ കോവിഡ് ടൈമിൽ ട്രാവൽ ചെയ്തപ്പോൾ മനസ്സിലാക്കിയത്. എവിടെ പോയാലും ഇന്ത്യയിൽ ഒരുപാട് നല്ല ക്യൂസീൻ ഉണ്ട്. എനിക്ക് ഇന്ത്യയുടെ അത്ര ഇലോബറേറ്റ് ആയിട്ട് ക്യൂസീൻ വേൾഡിൽ വേറെ എവിടെയും കാണാൻ സാധ്യതയില്ല. വേൾഡിൽ മേ ബി ചൈന സംതിങ്, പക്ഷെ വേറെ എവിടെയും കാണാൻ സാധ്യതയില്ല. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം കഴിച്ച് കഴിഞ്ഞിട്ട്. പക്ഷെ വേദുവിന് അറിയാം കേട്ടോ. വേദു എനിക്ക് തന്നിട്ട് ഇങ്ങനത്തെ ഒരു ജീരക മിഠായി കഴിക്കുള്ളൂ. വേദു താ. അപ്പൊ ഈ അംതാ താഴെ പോയി. താ അംതാ. എന്നിട്ട് അവൻ കഴിക്കുള്ളൂ. നോക്കിക്കോ, ഇനി കഴിക്കും. വേദു തന്നെ കഴിച്ചോളൂ. ഇപ്പോൾ ഇനി മോൻ കഴിച്ചോ. കഴിച്ചോ. എന്താ അതാണ് വേദുമോൻ. അപ്പയ്ക്ക് ഫുഡ് തന്നിട്ട് വേദുമോൻ കഴിക്കുള്ളൂ. അത് വാരി തരും. അയ്യോ താഴെ പോയിന്ന്. ഒരെണ്ണം കൂടെ എടുത്തോ. കഴിച്ചോ. ഓക്കെ ബൈ പറ. ബൈ. ഫ്ലൈങ് കിസ് കൊടുത്ത എല്ലാവർക്കും. ഓക്കെ ഇനി ഞങ്ങൾ ജീരക മിഠായി കഴിക്കട്ടെ. അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. ഡാഡി എന്നാ പ്രിയനെ വിളിച്ചോണ്ട് വന്ന്. ഓ ചെടികള്. എനിക്ക് പ്ലാസ്റ്റിക് ചെടികളല്ലേ? അല്ല ശരിക്കുള്ളതോ? ഒരു തരം പശയുള്ള മണ്ണാണ് ഇവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഫ്ലൈറ്റിലാണ് പോകുന്നതുകൊണ്ട് വാങ്ങിച്ചോണ്ട് പോകാൻ പറ്റില്ല. ഓ വാട്ടർ റോസാണ് അതൊക്കെ. ഇത് നേപ്പാളി ഗുലാബ് 230 രൂപ. നാട്ടിലെന്ന് വെച്ചാൽ പശ മണ്ണിനെ ഒരുമാതിരി പശയുള്ള. ഈ ചെടി കണ്ടു കഴിഞ്ഞാൽ ഡാഡിക്ക് വീക്ക്നെസ് ശരിക്കും അല്ലെ? ഭംഗിയാണ് നോക്കിയത്.
ബാ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം, അടുത്ത സ്ഥലത്തേക്ക് പോകണം. എന്താ അതും പറ്റുമെങ്കിൽ വാങ്ങിക്കൊണ്ട് പോയല്ലോ ചെടിയും. ലാസ്റ്റ് മറ്റേ വാഴയും തെങ്ങൊക്കെ ആയിട്ടായിരിക്കും ഫ്ലൈറ്റ് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുന്നത്. പണ്ട് ഞങ്ങൾ ഗൾഫിൽ നിന്ന് വരുമ്പോഴേ എല്ലാം ഈ കാർട്ടൂൺ ബോക്സസ് ആയിരുന്നേ. പെട്ടി വേസ്റ്റ് ആണല്ലോ, പെട്ടി അതേ കണ്ടു. അപ്പൊ അതുപോലെ എനിക്ക് ഓർമ്മ വരുന്നു, വാഴയും എല്ലായിട്ട് കൊലയും എല്ലായിട്ട് ഫ്ലൈറ്റിൽ പോകണം. നമ്മളിന്ന് നിങ്ങൾക്ക് ശരിക്കും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തരാനായിരുന്നു ഞങ്ങൾ ഈ കസൗലിയിൽ നിന്ന് സൊലാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നത്. ഒന്നാ ജയില്, രണ്ടാമത് ബോൺ മൊണാസ്ട്രി കാണിക്കണം എന്നുണ്ടായിരുന്നു. ബോൺ ഇത് ആക്ച്വലി ബുദ്ധിസത്തിനെ കാട്ടി പഴയ ഒരു റിലീജിയൻ ആണ്. ഓൾമോസ്റ്റ് സെയിം പ്രാക്ടീസസ് ഒക്കെയാണ്. പക്ഷെ അതൊരു എനിക്കത് ഇന്ത്യയിൽ തന്നെ ആ കൂടെ വളരെ കുറച്ച് ബോൺ മൊണാസ്ട്രീസേ ഉള്ളൂ. പക്ഷെ അവിടെ പോകാൻ പറ്റിയില്ല. ഇന്ന് ഇവിടുത്തെ CM വരുന്നുണ്ട്, ആ റോഡ് മൊത്തം ഇന്നത്തേക്ക് ബ്ലോക്ക്ഡാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഡാഡി എന്നോട് ഇവിടെ ഒന്ന് നിർത്തി എൻ്റെ വ്യൂ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വ്യൂ പോയിന്റ്സ് ഒക്കെ. ഡാഡി ഡൗട്ട്, ഈ മലയിൽ ഇവർ ഇങ്ങനത്തെ ഒരു ടൗൺ ഡെവലപ്പ് ചെയ്യും, ഇതൊക്കെ ശരിക്കും മലയായിരിക്കില്ലേ? എല്ലാ മല എന്ത് ഭംഗിയാണ്, ഓരോ വീടും ഓരോ മലയുടെ മുകളിലാണ്. അതെ, ആൻഡ് കളേഴ്സും എന്ത് ഭംഗിയാണ് കാണാൻ. എന്നിട്ട് ഇവിടെ കറണ്ട് ഉണ്ട്, വെള്ളമുണ്ട്, എങ്ങനെ എല്ലാം ചെയ്തെടുത്തല്ലേ, ഭയങ്കര ഭംഗി. ആ ബാക്ക് ഡ്രോപ്പ് രാവിലെ എഴുന്നേക്കുമ്പോൾ എല്ലാവരുടെയും ബാൽക്കണിയിൽ നിന്ന് അല്ലെങ്കിൽ ഡോറിൽ നിന്നുള്ള വ്യൂ മൗണ്ടൻസ് ആയിരിക്കും. അത് അങ്ങനെ കണ്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്തൊരു റിഫ്രഷിങ് ഫീലിംഗ് ആയിരിക്കും. ഞാൻ എൻ്റെ പ്രിയയും ഡാഡിയൊന്നും വരുന്നില്ല, അത് നടക്കാനുണ്ട്. നടക്കാനുള്ള പരിപാടിക്ക് തന്നെ പ്രിയ ഇല്ലല്ലോ. സോ ഞാൻ പോയി ഗുരുദ്വാര ഒന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഹോസ്പിറ്റലാണ്, മിലിറ്ററി ഹോസ്പിറ്റൽ, 1933 പക്ഷെ എനിക്ക് ഒന്നിനെ മിലിറ്ററി ഹോസ്പിറ്റലിൽ സാധാരണക്കാർ അലൗഡ് അല്ല. അൺലെസ് എമർജൻസി കേസസ് ആണെങ്കിൽ ട്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അലൗഡ് അല്ല. പക്ഷേ കിഡിലൻ ഡോക്ടേഴ്സും ഭയങ്കര നല്ല സർവീസ് ആയിരിക്കും മിലിറ്ററി ഹോസ്പിറ്റൽസൊക്കെ, ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. കാറ് മേളിൽ പാക്ക് ചെയ്തിട്ട് നടക്കണം കേട്ടോ, അതാണ് ഷോർട്ടസ്റ്റ് റൂട്ട്. പക്ഷേ ഭയങ്കര ഭംഗിയാണ് ഈ വാക്ക്. നോക്കിക്കേ അവരെന്ത് വൃത്തിയായിട്ടാണ് ഈ പാത്തൊക്കെ ഇട്ടിരിക്കുന്നതെന്ന്. ഒരു ടൂറിസ്റ്റോ അങ്ങനെ ഒന്നുമില്ല, എന്നിട്ടും അവരിവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് ജസ്റ്റ് സീ ദ വ്യൂ. ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ് നിങ്ങളൊരു 20 ദിവസം വ്യൂ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വ്യൂസ് കാണും. എന്ത് ഭംഗിയാന്ന് നോക്ക്. സോ സൈലൻസ്, സോ സെറീൻ. അധികം കമേഴ്ഷ്യലൈസേഷൻ ഒന്നും നടന്നിട്ടില്ല. സോ നേച്ചർ എങ്ങനെയാണ് അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഇൻടാക്ട് തന്നെയാണ്. ബ്യൂട്ടിഫുൾ. ഗുരുദ്വാരയിലേക്ക് പോകുന്ന വഴി നോക്കിക്കോ, ചെറിയൊരു ലോക്കൽ വില്ലേജിൻ്റെ ഇടയിൽ കൂടിയാണ്. ചെറിയ ഷോപ്സൊക്കെ കണ്ട നല്ല കയറ്റമാണ്. പക്ഷെ കരിങ്കല്ല് വെച്ച് അവർ ചെയ്തിരിക്കുന്നത്, സോ ദാറ്റ് മഴക്കാലത്ത് അധികം സ്ലിപ്പറി ആവില്ലല്ലോ. ശരിക്കും ഏതൊരു ഒരിക്കലും കാണാത്തൊരു രീതിയിലുള്ള ഒരു വില്ലേജ്, ചെറിയൊരു വില്ലേജ്. ചെറിയ ബേക്കറി ഉണ്ട്, തിരിച്ചു വരുമ്പോൾ ലഡ്ഡു എല്ലാം കഴിക്കാം. ഇവിടെ ടൈൽസ് ഒക്കെ ഇട്ട റോഡാണെന്ന് ആലോചിച്ച് നോക്കും. ഹിമാചലിലെ കസൗലിയിലെ ഏതോ ഗ്രാമത്തിൽ വരെ ടൈൽസ് ഇട്ട റോഡ്, ഒരു എല്ലാ സൈഡും കേട്ടോ. ക്ലെൻലിനെസ് നോക്ക്, വേസ്റ്റ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ സ്ഥലങ്ങൾ. ഒന്നുമില്ലല്ലോ, ഇതൊന്നും ആക്ച്വലി ടൂറിസ്റ്റ് സ്പോട്ടോ ഒന്നുമല്ല ഇങ്ങനത്തെ ഒരു വില്ലേജ്. പക്ഷെ ഇവിടെ കൂടെയൊക്കെ നടക്കുമ്പോൾ വി ജസ്റ്റ് ഗെറ്റ് നോ ലോട്ട് ഓഫ് ന്യൂ തിങ്സ്. ആൾക്കാരുടെ ജീവിതവും ജീവിത ശൈലിയും ഓരോ പുതിയ കാര്യങ്ങളും ഒക്കെ. അതെ, ഇതാണ് ഗുരുദ്വാര. കയറി ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. എനിക്ക് സ്പിരിച്വൽ പോസിറ്റീവ് ഫീലിംഗ് കിട്ടുന്ന ഏതൊരു സ്ഥലം, അമ്പലം, പള്ളി, മോസ്ക്, എന്താണെങ്കിലും, മൊണാസ്ട്രി, ഐ ലവ് ഗോയിങ് ദർ, ജസ്റ്റ് സ്പെൻഡിങ് സം ടൈം ആൻഡ് കമ്മിങ് ബാക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഗുരുദ്വാരയുടെ അകം കാണുന്നത്. എന്തൊരു ബ്യൂട്ടിഫുള്ളി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അടിയിൽ മൊത്തം കാർപ്പറ്റ്, തണുക്കാതിരിക്കാനും ഇരിക്കാനൊക്കെ ആയിട്ട്. സൈഡിൽ അവിടെ ഇരിക്കാനൊരു കൗച്ചുണ്ട്. ചെറിയൊരു ഗുരുദ്വാരയാണ്, പക്ഷേ ഈ ക്ലെൻലിനെസ് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗുരുദ്വാരയുടെ അകത്ത് കയറാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ ഇനി നല്ല പ്രസാദം കിട്ടും, അതും കൂടെ വാങ്ങിയിട്ട് നമുക്ക് തിരിച്ചു പോവാം. നല്ല ഫീലിംഗ് ആയിരുന്നു. ചെറുതായിരുന്നു, നിങ്ങൾ അകം കണ്ടല്ല, ചെറിയൊരു സ്ഥലമാണ്. പക്ഷേ ഇറ്റ്സ് വെരി കാം. ഞാൻ ഒരു 10-15 മിനിറ്റ് അകത്തിരുന്നു. അകത്തിരിക്കാനൊക്കെ സുഖമാണ്. ബ്ലാങ്കറ്റ് ഉണ്ട്. അവരുടെ ഒരു സ്വീറ്റ് തന്നു, അതൊരു ഗോതമ്പ് വെച്ചുള്ള കേസരി പോലത്തെ സംഭവം. ചായ ചോദിച്ചു, അവൻ്റെ ചായ കുടിക്കാത്തതുകൊണ്ട് അതില്ല. ഹോസ്പിറ്റാലിറ്റിയിലും സിക്കുകാർ ഭയങ്കര നല്ലതാണല്ലോ. ഇറ്റ് ഫെൽറ്റ് റിയലി ഗുഡ്. നിങ്ങളും ഇങ്ങനെ പറ്റുമെങ്കിൽ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ സ്ഥലത്ത് പോവുക. സോ ദാറ്റ് വി ഗെറ്റ് ടു നോ മോർ അബൌട്ട് അവർ ഇന്ത്യൻ കൾച്ചർ. കാരണം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ് എല്ലാം കൂടെ ചേർന്നാണല്ലോ ഹിന്ദു. സോ ജസ്റ്റ് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ വീൽ ഓൾസോ ഫീൽ ഗുഡ്. ആൻഡ് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് റിലീജിയൻ. ഇറ്റ്സ് മോർ ടു ഗെറ്റ് ടു നോ അബൌട്ട് ഇന്ത്യ, അബൌട്ട് ഇന്ത്യാസ് കൾച്ചർ, അബൌട്ട് അതർ റിലീജിയൻ, ഇൻക്ലൂസീവ്നെസ്, നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്ന അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങളാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. ആ കേസരിയുടെ ടേസ്റ്റ് ഇപ്പോഴും ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചു പോകാൻ പോകുന്ന വഴിക്ക് ആ ലഡ്ഡു ഒന്ന് നോക്കട്ടെ. ഈ ഒത്തൻറ്റിക്, ഇവിടെയൊക്കെ ഭയങ്കര ഒത്തൻറ്റിക് സാധനമായിരിക്കുമല്ലോ. ഞാൻ വരുന്ന വഴിക്ക് കണ്ടില്ലേ, അതൊന്ന് കാണാം. ഇവിടെ ഫുൾ ഡോഗ്സ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഡോഗ്സൊക്കെ ഭയങ്കര ഫെറും ആയിരിക്കും.
ഇപ്പം നോക്കട്ടെ ഈ ലഡ്ഡു തപ്പിയുള്ള നടത്തം. ബർഫി ബി ഇത് കണ്ട സ്വീറ്റ്സ് ഉണ്ടാക്കുവാണ്. നാം ക്യാ പോലെ അപ്പൊ ബാലുഷായി എന്ന് പറഞ്ഞ സാധനമാണ്. പക്ഷെ അത് സ്വീറ്റ് ആണ്, നാളത്തേക്ക് ആവുള്ളൂ. സോ അത് ട്രൈ ചെയ്യാനുള്ള ഒരു ഭാഗ്യമില്ല, ആദ്യമായിട്ട് കാണുവാണ്. പക്ഷെ ഇവിടെ ബേസൻ കാ ലഡ്ഡു ഉണ്ട്, ബേസൻ കാ ബർഫി ഉണ്ട്. ബേസൻ കാ ലഡ്ഡു കുറേ കഴിക്കുന്നതാണ്. അപ്പോൾ ബേസൻ കാ ബർഫി കഴിച്ചിട്ട് പോകാം. പക്ഷെ ഇങ്ങനത്തെയൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് കഴിക്കുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. കൗണ്ടിങ് മൈ ബ്ലെസ്സിങ്സ്. ചെറിയ കാര്യങ്ങളാണെങ്കിലും ഐ ഫീൽ ബ്ലെസ്ഡ് ടു എക്സ്പീരിയൻസ് ഓൾ. ശരിക്കും എവറി ഡേ ഐ എം സോ താങ്ക്ഫുൾ ടു ലോട്ട് ഓഫ് പീപ്പിൾ, ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് ടു ദി യൂണിവേഴ്സ്. ശരിക്കും ഇറ്റ് ജസ്റ്റ് ഗിവ്സ് മീ ലോട്ട് ഓഫ് ഹാപ്പിനെസ്. അതിൻ്റെ കൂടെ ഇതും എടുക്കാം. ഇത് ദൂത് കി ബർഫിയാണ്. ഇതും കണ്ടറിയാലോ, ഫ്രഷ് ആയിട്ട് ഇപ്പം ഉണ്ടാക്കിയുള്ളൂ. ഇത് കട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് കസ്റ്റമർ. 2 പീസ് മതി. നമ്മൾ ഓവറായിട്ട് ഇപ്പം കണ്ടില്ല, കഴിക്കുന്നില്ലല്ലോ. എന്തായാലും പ്രിയക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതൊക്കെ, ഈ ഒരു പാലിൻ്റെ സാധനങ്ങളൊക്കെ. 3 പീസ് ലേന. ഓക്കെ, ബേസൻ കാ ബർഫി ഒരു ബൈറ്റ് എടുത്തു. ടേസ്റ്റ് അടിപൊളിയാണ്. നെയ്യും കടലമാവും പഞ്ചസാരയും കുറച്ച് ഇലാച്ചി, അത്രേ ഉള്ളൂ. സോ നൈസ്. ഈ തണുപ്പത്തും കൂടെ ആകുമ്പോൾ നമുക്ക് ബാർബർ ഷോപ്പൊക്കെ ഉണ്ട്. അതല്ലാതെ ചെറിയ ഷോപ്സ് ഉണ്ട്, വീടിൻ്റെ അടിയിലൊക്കെയാണ് ചെറിയ ഷോപ്പ്. പക്ഷെ എല്ലാം ഉണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്തിരിക്കുന്നതായിരിക്കും, കാരണം വെളിയിൽ നിന്ന് അങ്ങനെ ആരും വരില്ലല്ലോ ഇവിടെ. ഈ ഫുഡ് കഴിച്ച് ഇത് മിൽക്കോയാണ്. ഭയങ്കര ടേസ്റ്റ്. പാലും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, ക്രീമും കാണുമായിരിക്കും. വഴിയെറ്റിപ്പോയി. ഇത് കഴിച്ച് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുമായിരുന്നു. അല്ലെങ്കിലേ കൺഫ്യൂസിങ്ങാണ്. ഇവിടുത്തെ ഒരു വയസ്സായ അങ്കിൾ ഷോപ്പ് കീപ്പർ കൂടെ വന്ന് ഞാൻ പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇല്ല കൂടെ വന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. ആൾക്കാരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി, എന്തൊരു സന്തോഷം നമുക്കതൊക്കെ കാണുമ്പോൾ. ദേ നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ. വയസ്സായ മനുഷ്യരാ, അത് ഫുൾ കയറ്റും അത് ഇങ്ങനെ. പക്ഷെ എന്നാലും കൂടെ വന്ന് കാണിച്ചു തന്നു. ഇതുണ്ട്, ഞാൻ കാറിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരായിരിക്കും ഡ്രൈവർ സീറ്റിൽ? ആരാ പറഞ്ഞ അവിടെ കയറി ഇരിക്കാൻ? ആരാ പറഞ്ഞ അവിടെ കയറി ഇരിക്കാൻ? അടിപൊളിയായിരുന്നു നടക്കാൻ. പിന്നെ എന്നോട് പറഞ്ഞല്ലേ നടക്കാൻ വയ്യാന്ന്. ഒരു 5 മിനിറ്റ് സമയം തന്നെ ഉറക്കത്തില്ലല്ലേ? എന്നോട് പറഞ്ഞു വരുന്നില്ല, ഞാൻ തല ഇറങ്ങുന്ന ഇവിടെ ഇരിക്കാമെന്ന്. ബോധം വരണ്ടേ? ഫസ്റ്റ് ഓഫ് ഓൾ ബോധമില്ലാതെ ഉറങ്ങുന്നത്. എന്നാലും സ്വീറ്റ്സ് ഉണ്ട്, ഹോം മെയ്ഡ് സ്വീറ്റ്സ് ആണ്. നടക്കാൻ വേണ്ടി എടുത്ത അവന്റെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് വരും. എന്നാ അവിടെ കോഫി ഷോപ്പ് മിസ് ചെയ്ത് പോയി. വണ്ടിയുടെ കീയും കൊണ്ടുപോയി. അതേ മറന്നുപോയി. ആ ഇവിടെ ഉണ്ട്. ഭയങ്കര നല്ലൊരു ഗുരുദ്വാരയായിരുന്നു. വാക്ക് ഭയങ്കര രസമായിരുന്നു. ഈ ഗ്രാമത്തിനിടയിൽ കൂടെ ടൈലിട്ട റോഡ്, ഗ്രാമത്തില് ഭയങ്കര ഭംഗിയായിരുന്നു. പ്രിയ, അപ്പൊ നമ്മൾ ഇന്നലെ പോയ അടുത്ത് തന്നെ പോയത്. നമ്മൾ 3 ദിവസമായിട്ട് അവിടെ തന്നെയാ പോകുന്നത്. ആദ്യം ആ ബർഫി ഒരെണ്ണം കഴിക്ക്, ബേസൻ കാ ബർഫി. അത് അകത്തിരുന്ന് കഴിച്ചാൽ മതി. അകത്തൊന്നും കുരങ്ങ് വരില്ല. കുരങ്ങ് നോട്ടം ഇട്ടത് അവിടെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റ്. ഇപ്പൊ ഉണ്ടാക്കിയതേ ഉള്ളൂ. ഒരു ഗ്രാമത്തിലാ പറയാ, ഉള്ളില് പ്രോപ്പർ കടല. വേറെ ഒരു അഡിക്റ്റീവോ ഒന്നുമില്ല. കുറച്ച് അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ ഒരു ലോക്കൽ സ്വീറ്റ് ആണ്. കുറച്ചേ വാങ്ങിയുള്ളൂ, 3 പീസേ വാങ്ങിയുള്ളൂ. എങ്ങനെയുണ്ട്? മറ്റേതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കടലമാവിന്റെ. ആ കടലമാവിന്റെ. ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമായില്ലേ? ആ വീഡിയോ ആണ്. ആ ഒറ്റ ഒരു കടയുള്ളൂ ആ ഫുൾ ഏരിയയിൽ, ഒറ്റ സ്വീറ്റ് ഷോപ്പ് ഒരു ഗ്രാമത്തില്. തൊപ്പിയൊക്കെ ഇട്ട് അമ്മയും മോനും ഇറങ്ങിയിട്ടുണ്ട്. അടച്ചോ. ഒരാൾ കയറ്റം വരെ കയറുന്നുണ്ടാ, കയറ്റം കയറുന്നത് കണ്ടാ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ബൗബോ ഉണ്ട്, മങ്കിയുണ്ട്. ആ കതച്ചോ? ഇത് ക്ഷീണിക്കുന്ന എങ്ങനെയാ? ടയർഡായാ? വേദുവിന്റെ തലയിലെ കാട്ടി വല്ല തൊപ്പിയ എടുക്കണേ? ഞാൻ വേണ്ടാന്ന്. ഇത് സ്കൂൾ കുട്ടി പോകുന്ന പോലെ ഉണ്ട്. ഞാൻ ജാക്കറ്റ് എടുക്കാൻ പറഞ്ഞതാണ്, കേട്ടില്ല. ഇനി തണുപ്പ് കൂടുണ്ടാടി. ഇന്ന് മഴ പെയ്തില്ല ഇന്നലെ, അതുകൊണ്ടാ. പിന്നെ ഇത് കണ്ട് ഇവിടുത്തെ പൈൻ കോൺസ് കളർ ചെയ്ത് വെച്ചിരിക്കുന്നവര്, അത് വിൽക്കും. എന്നിട്ട് ആ പയ്യന്റെ ഹോബി അത് കണ്ട. കൊച്ചു പയ്യന്മാർ ഒരു എന്തെങ്കിലും ഇന്നോവേറ്റീവ് ബേസ് ഒക്കെ കണ്ടുപിടിക്കുക. ഇവർക്കിത് വിറ്റിട്ട് ഒരെണ്ണത്തിന് ഒരു 10-20 രൂപ വെച്ച് വിറ്റാലും 10 വിറ്റായില്ലേ 200 രൂപ. അവർക്കുള്ള പോക്കറ്റ് മണി ആയില്ലേ അല്ലേ? അത് ഫ്രഷ് മിൽക്കിൽ നിന്ന് ഉണ്ടാക്കിയത്.
അല്ല very- കട്ടിപ്പാല് വറ്റിച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് ഉണ്ടാക്കിയത്. പ്രിയ ഒരു ബർഫി കഴിച്ചാൽ തണുപ്പ് മാറും. കൈ പുറത്തെടുക്കാൻ വയ്യ. ഞാൻ വായ വെച്ച് തരാം. ഇത് നോക്ക്. ഗ്ലൗസ് ഒന്നും എടുത്തില്ലല്ലോ. നോക്ക്. എങ്ങനെയുണ്ട്? പറഞ്ഞോ. പ്രിയ നന്നായി തണുക്കുന്നുണ്ട്. പക്ഷെ സമൂസ കഴിച്ചാൽ കുറച്ചൊന്ന് ചൂടാവും. ഒരു കോഫിയും കൂടെ കുടിച്ച് കഴിയുമ്പോൾ അത്യാവശ്യം റെഡിയാവും. ഇനി തൊട്ടെങ്കിലും ഡൗൺ ജാക്കറ്റ് ഇല്ലാതെ മൗണ്ടൻസിൽ ഇറങ്ങരുത്. അല്ല, ഡൗൺ ജാക്കറ്റ് വേണം. കാരണം കാറ്റടിക്കുമ്പോൾ ഇപ്പൊ ഇതുപോലത്തെ 3 സ്വെറ്റർ ഇട്ടാലും തണുക്കും. വിന്റർ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല സ്വെറ്ററിന്. അതുകൊണ്ടാണ് എപ്പോഴും ഡൗൺ ജാക്കറ്റ് ഇടാൻ പറയുന്നത് മൗണ്ടൻസിൽ. ഓക്കെ, നാളെ തൊട്ട് ഓൾവേസ് വെയർ ഡൗൺ ജാക്കറ്റ്. വേദന പിന്നെ തണുപ്പൊന്നും ഇല്ലല്ലോ. പ്രിയ ഒരു സമോസ കഴിഞ്ഞ് രണ്ടാമത്തെ സമോസ ഓർഡർ ചെയ്യാൻ പോകുന്നു. ഡയറ്റിംഗ് ആന്ന് പറഞ്ഞു. എവിടെ ഒരു കൺട്രോൾ ഇല്ല. അല്ല, അവൻ എന്നോട് പറഞ്ഞു ഡയറ്റിംഗ് ആന്ന്. ഓക്കെ, ഞാൻ ആ സമയത്ത് ഹെൽത്തി ആയിട്ട് 2 ബുൾസായി. നാട്ടിൽ എത്ര ദിവസം നിൽക്കുന്നു? ഓരോ സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാനല്ലേ പോകുന്നത്. നാട്ടിൽ പോയിട്ട് 3 മാസം കഴിഞ്ഞ് ഞാൻ ഇവിടെ ഉള്ളൂ. അടുത്ത ഏപ്രിൽ അടുത്ത ട്രിപ്പ് ഉണ്ട്. മാർച്ചല്ല. അപ്പൊ എന്തായാലും 3 ദിവസത്തെ കസാല അടിപൊളിയായിരുന്നു. ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും ദ ഡേ വാസ് റിയലി ഗുഡ്. കസാല ഈസ് എ പ്ലേസ് ടു വിസിറ്റ് ഇഫ് യു വാണ്ട് പീസ് ആൻഡ് കാം. വേറെ കാര്യമായിട്ട് അധികമൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് യു ക്യാൻ സ്ട്രോൾ ടു ദ മാർക്കറ്റ്. കുറച്ച് നല്ല ഫുഡ് കഴിക്കാം. അധികം കമേഴ്ഷ്യലൈസേഷൻ ഇല്ല. സോ നാച്ചുറൽ ബ്യൂട്ടി ഈസ് ഇൻടാക്ട്. ആൻഡ് ഐ ലവ് കസാലി. മാക്സിമം ഒരു 2 നൈറ്റ്സ് മതി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും. എന്തായാലും ഈ അപ്പാർട്ട്മെന്റ് അടിപൊളിയായിരുന്നു. അവരൊക്കെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് അവിടെ ഇരുന്ന്. ഇവിടെ തന്നെ ഫുഡും കിട്ടും. നാളെ നമ്മൾ വേറൊരു ബ്യൂട്ടിഫുൾ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അത് എങ്ങോട്ടാന്ന് കാണാൻ വേണ്ടി നിങ്ങൾ നാളെ 10 മണിക്ക് ഞങ്ങളെ ജോയിൻ ചെയ്യുക. അപ്പോൾ നാളെ നമുക്ക് കാണാം. ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഡ്രസ്സൊക്കെ അഴുക്കായ കൊണ്ടുപോകാൻ പാടാം. അപ്പോൾ ഒരു ദിവസം കുഴപ്പമില്ല. ഇന്ന് സൺഡേയും കൂടിയാണ്, സ്കിപ്പ് ചെയ്താൽ കുഴപ്പമില്ല. അപ്പോൾ നാളത്തെ വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.